ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ. ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നു ദൈവിക ജ്ഞാനത്തിന്റെ സന്ദേശമാണ്. ആ ദൈവിക ജ്ഞാനത്തിന്റെ സന്ദേശം അനേകം പേർക്ക് അനുഗ്രഹവും സമാധാനവും വരുത്തുന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ ദിവസങ്ങൾ തുടർമാനമായി നിങ്ങൾ വായിക്കേണ്ടത് സദൃശവാക്യം, സഭാപ്രസംഗി, അതുപോലെ യാക്കോബിന്റെ ലേഖനമൊക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും. ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ സദൃശവാക്യം വായിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജ്ഞാനത്താലും പരിജ്ഞാനത്താലും അറിവിനാലും ബുദ്ധിയാലും തികവിൽ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ വളരുക തന്നെ ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്. ഈ ദിവസങ്ങൾ നമുക്ക് ആവശ്യം ധനവും മാനവും സമ്പത്തും വലിയ ആഡംബര ജീവിതമൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും ആവശ്യം ദൈവിക ജ്ഞാനമാണ്. ദൈവിക ജ്ഞാനമില്ലാതെയാണ് ജനം നശിച്ചു പോകുന്നത്. പല സഭകളും നശിക്കപ്പെടുന്നതിന് പ്രധാന കാരണം, പല വിശ്വാസികളും പിന്മാറ്റത്തിലേക്ക് പോകുന്നതിന് പ്രധാന കാരണം ദൈവിക ജ്ഞാനത്തിൽ അവർ വളരുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ആമേൻ പഠിപ്പിച്ചതുപോലെ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അതുകൊണ്ട് സങ്കീർത്തനം 1 പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും പരിഹാസികളുടെ ന്യായപ്രമാണത്തിൽ വസിക്കാതെയും ഇരിക്കുന്നവൻ ദൈവത്തിന്റെ വചനത്തിൽ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്ന് വെച്ചാൽ ദൈവവചനം ജ്ഞാനമാണ്, ദൈവവചനം അറിവാണ്, ദൈവവചനം പരിജ്ഞാനമാണ്. ദൈവവചനത്തിലൂടെയാണ് നമുക്കെല്ലാം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിനകത്ത് ഉടനീളമായി ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ തികവിനെ നിക്ഷേപമാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസഭകൾ, ദൈവവിശ്വാസികൾ, അഭിഷിക്തന്മാർ നമ്മൾ ഓരോരുത്തരും ആവശ്യപ്പെടേണ്ട ദൈവത്തോട് ജ്ഞാനവും വിവേകവും തരണമേ എന്നാണ്. എന്ന് വെച്ചാൽ അത് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്കകത്ത്, നമ്മുടെ സമൂഹത്തിനകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ സഭയ്ക്കകത്ത്, നാം ചെല്ലുന്ന പകല മേഖലകൾക്കകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിൻ ചെയ്യാൻ പറ്റും, വിജയിക്കുവാൻ കഴിയും. അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം 18-ാം വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയുടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്ത് കയ്പുള്ള ഈർഷ്യയും ഷാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്ക്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. എന്നിട്ട് വളരെ വ്യക്തമായിട്ടും പറയുകയാണ് 17-ാം വാക്യം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. വളരെ വ്യക്തമായിട്ടും യാക്കോബിന്റെ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, കയ്പ്, ഈർഷ്യ, ഷാഠ്യം ഇവ ഉണ്ടെങ്കിൽ, സത്യത്തിന് വിരോധമായി പോഷ്ക്ക് സംസാരിക്കുന്നവരാണെങ്കിൽ അവർ ദൈവിക ജ്ഞാനത്തിലല്ല ജീവിക്കുന്നത്. അവർ ജീവിക്കുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനത്തിനനുസരിച്ചാണ്. ഈ ലോകത്തിന്റെ ജ്ഞാനമാണ് ഈർഷ്യയും കയ്പും ഷാഠ്യവും ദന്തപക്ഷവും അസൂയ, പൊട്ടച്ചൊല്ല്, കളിവാക്കം ഇത്യാദി ജഡത്തിന്റെ ചിന്തകൾ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്തെന്നറിയാമോ? ഒന്നാമത്തെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നിർമ്മലമായിരിക്കും, സ്തോത്രം. രണ്ടാമത്തെ സമാധാനം വരുത്തുന്നതാണ്. 3 ശാന്തതയുള്ളതാണ്. 4 അനുസരണമുള്ളതാണ്. 5 കരുണയുള്ളതാണ്. 6 സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ഇതാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ഇത് തികവോടുകൂടി പ്രാപിക്കണമെന്നാണ് യാക്കോബ് തന്റെ ലേഖനത്തിലൂടെ എന്ത് പറയുന്നത്? സഭയോട് വിളിച്ചു പറയുന്നത്. ഒരുത്തന് ജ്ഞാനം കുറവുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവനെ ഫലിക്കാതെ യഹോവയോട് ഔദാര്യമായി ചോദിക്കുവാനാണ് പറയുന്നത്. ആ ജ്ഞാനം ഇതാണ്. 1, ആ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നിർമ്മലമായിരിക്കും, അത് സമാധാനമായിരിക്കും, അത് സന്തോഷമായിരിക്കും, ശാന്തതയായിരിക്കും, അത് അനുസരണമുള്ളതായിരിക്കും, അത് കരുണയുള്ളതായിരിക്കും, അത് കപടമില്ലാത്തതായിരിക്കും. ആ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മുടെ അകത്ത് നിറയുമ്പോൾ നമ്മൾ സമാധാനം വിതച്ച് നീതിയെ കൊയ്യുന്നവരായി തീരും. സ്തോത്രം. ഈ ദിവസങ്ങളിൽ സമാധാനം വിതയ്ക്കുന്നവരുണ്ടോ? സമാധാനത്തിന്
സമാധാനത്തിന് വേണ്ടി നിലനിൽക്കുന്നവരുണ്ടോ? രാജ്യങ്ങൾ സമാധാനമില്ലാതിരിക്കുമ്പോൾ, ഭാഷക്കാർ സമാധാനമില്ലാതിരിക്കുമ്പോൾ, ജാതിയോടും മതത്തോടും അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം ദൈവിക ജ്ഞാനമാണ്. ആ ജ്ഞാനം എന്തിനാണ്? സമാധാനം വിതയ്ക്കുവാനാണ്, അത് നീതിയെ ഫലം കൊയ്യുവാനാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശാന്തതയും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ അനുസരണവും ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ സൽഫലവും നമ്മൾ നിറയണമെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നമ്മൾ നിറയുവാൻ തയ്യാറാകണം. ഈ ദിവസങ്ങളിൽ ആ ദൈവിക ജ്ഞാനം ഉയരത്തിൽ നിന്നുള്ളത് പ്രാപിച്ചെടുക്കുവാൻ എല്ലാ കയ്പുകളും ഈഴ്ചയും തൊന്നപക്ഷവും പൊട്ടച്ചലും കളിവാക്കും എല്ലാം വിട്ടുമാറി ജഡത്തിന്റെ ചിന്തകളെ ഒരിക്കലും ക്യാരി ചെയ്യാതെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിച്ച് ദൈവത്തോടു കൂടി നടക്കുന്ന ഒരു ദൈവപൈതനായി മാറുവാൻ എന്നെ സഹായിക്കണമെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉള്ളവർക്കായി ഞാൻ ഈ വചനത്തെ, ഈ സന്ദേശത്തെ ഞാൻ പറഞ്ഞു വിടുകയാണ്. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിറഞ്ഞ് പരിജ്ഞാനത്തിന്റെ തികവിൽ ജീവിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.